150 വർഷത്തോളം ഇതേ ഒത്തൊരുമ അനീഷ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടേ? വേണമെന്ന് എല്ലാവരും പറയുന്നത് വേണമെന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ഫോട്ടോ എടുക്കുന്നത് കാര്യം സംസാരിക്കും. നേരത്തെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ സെൽഫി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഗംഭീരമായി പെർഫോം ചെയ്തവരാണ് നമ്മുടെ അക്കു ആണെങ്കിലും അനീഷ് ആണെങ്കിലും. എന്തായാലും അക്കുവിൻ്റെ ഈ വെഡിങ് വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മനീഷ്. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ എൻ്റെ നാട് കൂടിയാണ്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പന്നിത്തരത്തിൻ്റെ അടുത്താണ് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. സോ എനിക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ പ്രദേശങ്ങളൊക്കെ അറിയാം. അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് തീർച്ചയായിട്ടും അക്ബറിൻ്റെയും ഷെറിൻ്റെയും ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് അക്ബറും ഷെറിനും. സോ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു വലിയൊരു കയ്യടി അക്ബറിനും ഷെറിനും കൊടുക്കാം. എല്ലാവരുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ, എല്ലാവരുടെ ആ ഒരു കണ്ണുകളും കാതുകളും നിങ്ങളുടെ അടുത്തേക്കാണ്. ഈ നിമിഷത്തിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെയധികം തിക് ആയിട്ട് ഇരിക്കുന്നു. ജീവിതത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ ഒരു 150 വർഷത്തോളം ഇതേ ഒത്തൊരുമയോടും ഇതേ സന്തോഷത്തോടും ഇതേ സ്നേഹത്തോടും കൂടെ ഭൂമിയിൽ വാഴാനും അതിനുശേഷം സ്വർഗത്തിൽ വാഴാനും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹരീഷ് ജബീറും. നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഈ വടിയിലുള്ളവർ ഒന്ന് കുറച്ച് സൈഡിൽ കൊടുക്കും പ്ലീസ്. വടി പ്രേക്ഷക ലക്ഷങ്ങളെ കാണാൻ പ്രേരിപ്പിച്ച നമ്മുടെ സ്വന്തം ഷാനവാസ്, വെൽക്കം. അദ്ദേഹം വടിയിലേക്ക് വരുന്നത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. എനിക്ക് തോന്നുന്നു യെസ്, എന്തായാലും ഈ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ ഷാനത്ത് നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ ധന്യ നിമിഷത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഈ അക്ബർ ഖാന്റെ. അപ്പോൾ നമ്മുടെ ഈ മംഗല്യ വേളയിൽ വിവാഹാഘോഷത്തിന്റെ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന സന്തോഷമുണ്ട്. യെസ്, ഓക്കെ ഓക്കെ. ഒരുപാട് ആളുകൾ ഇങ്ങനെ വേദിയിലേക്ക് വന്ന് ആശംസയൊക്കെ പറഞ്ഞു പോവുകയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചാണോ കണ്ടുമുട്ടി പോകുന്നത് എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർ വേദിയിലേക്ക് വരികയാണ്. ഇങ്ങനെ നമുക്ക് ഇനിയും ഒരുപാട് അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഈ മംഗല്യത്തിൻ്റെ നിമിഷത്തിൽ നമുക്ക് ചേർത്ത് പിടിച്ച് ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ അക്ബർ ഖാൻ. നമുക്ക് ഒരുപാട് ജനപ്രതിനിധികളൊക്കെ ഇനിയും നമ്മുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുകയാണ്. നമ്മുടെ MLA-മാരും അതുപോലെ MP-മാരും ഒക്കെ ഈ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, ഷാനവാസ് ബിഗ് ബോസിൽ ഗംഭീരമാക്കി, അതുപോലെ തന്നെ സീരിയലിലൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയണോ അക്ബർ ഖാനെ പറ്റി? ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അക്ബറിനായിരുന്നു. പക്ഷേ എൻ്റെ ബ്രദറാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ഇവരോടാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഇവർ രണ്ടുപേരെയും ഞങ്ങൾ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ ബിഗ് ബോസിലുള്ള സീസൺ 7 എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും അവസാനം ആ മുഹൂർത്തം വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. സന്തോഷം. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ മാപ്പിള